പ്ലസ് വൺ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരായില്ല. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി 26ലേക്ക് മാറ്റി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ കർഷനുണ്ട്. അനഘ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ഷുഹൈബിനുൾപ്പെടെ 3 അധ്യാപകർക്കാണല്ലോ ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാവുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയത്. ഷുഹൈബ് ഇന്ന് ഹാജരായില്ല, മറ്റ് അധ്യാപകർ ഹാജരായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് ക്രൈംബ്രാഞ്ച് ഇന്നാണ് MS സൊല്യൂഷൻസ് CEO ആയിട്ടുള്ള ഷുഹൈബിനോട് 11 മണിക്ക് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ഷുഹൈബ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിരുന്നില്ല എന്നതാണ്. മാത്രമല്ല, മറ്റ് നോട്ടീസ് ലഭിച്ച അധ്യാപകരൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കൃത്യമായി ഹാജരായിട്ടുണ്ട്. അവരുടെ കൃത്യമായി തന്നെ അവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് 11 മണിക്ക് MS സൊല്യൂഷൻസ് CEO ആയിട്ടുള്ള ഈ ഷുഹൈബിനോട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഷുഹൈബ് ഹാജരായിട്ടില്ല എന്നതാണ്. മാത്രമല്ല, ഷുഹൈബ് ഒളിവിലാണ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഈ ഷുഹൈബ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഷുഹൈബ് ഇത്തരത്തിൽ താൻ ഈ ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ല എന്നതടക്കമുള്ള വീഡിയോവുമായി രംഗത്തൊക്കെ വന്നിരുന്നു. ആ സമയത്തും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഒരിക്കൽ പോലും ഷുഹൈബിനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ MS സൊല്യൂഷൻസിന്റെ ഓഫീസിലും മറ്റുമൊക്കെ ഈ ക്രൈംബ്രാഞ്ച് സംഘം ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ലാപ്ടോപ്പ്, ഫോണ്, മറ്റ് രേഖകളൊക്കെ തന്നെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻസ് CEO ആയിട്ടുള്ള ഷുഹൈബിന് കൃത്യമായ പങ്കുണ്ട് എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന്, അല്ലെങ്കിൽ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതോടുകൂടിയാണ് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ഈ ക്രൈംബ്രാഞ്ച് സംഘം ഷുഹൈബിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഷുഹൈബ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. അന്വേഷണം തന്നിലേക്ക് നീളുന്നു എന്നത് കണ്ട ഉടൻ തന്നെ ഷുഹൈബ് ഒളിവിൽ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഷുഹൈബ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൂടി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുന്നത് കോഴിക്കോട് ജില്ലാ കോടതി ഈ മാസം 26ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കൊടുവള്ളിയിൽ ഈ ഷുഹൈബിനെ ഇപ്പോൾ ഈ ഒളിവിൽ പോവാനടക്കം ഈ സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ആ പ്രദേശത്തെ CPM ഉന്നതരാണ് എന്നൊരു ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഷുഹൈബിന് അത്തരത്തിൽ സമൂഹത്തിലെ ഉന്നതരുമായി കൃത്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒളിവിൽ പോയ ഷുഹൈബിനെ കണ്ടെത്തുക അന്വേഷണ സംഘത്തിന് ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, ഈ ചോദ്യം പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഷുഹൈബുമായി സഹകരിച്ചിരുന്ന മറ്റ് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെയൊക്കെ തന്നെ അന്വേഷണ സംഘം നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നൊക്കെ തന്നെ കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. മാത്രമല്ല, മറ്റ് സർക്കാർ സ്കൂളിലെ അധ്യാപകരൊക്കെ തന്നെ ലീവ് എടുത്ത് ഇത്തരത്തിൽ MS സൊല്യൂഷന്റെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് എന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഷുഹൈബിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലാണ് അന്വേഷണം ഷുഹൈബിലേക്ക് നീങ്ങിയതും ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകുന്നതും. മാത്രമല്ല, ഷുഹൈബിന് ഇത്രയധികം കാലതാമസം നൽകിയത് കൊണ്ട് തന്നെയാണ് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം ഷുഹൈബിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം ഷുഹൈബിനായിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക എന്നതാണ്. അതുടൻ തന്നെ ഷുഹൈബിനായുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും എന്നാണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ പറയുന്നത്. ദൃശ്യ.